فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين فبما رحمة من الله അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള കാരുണ്യത്തിന്റെ പേരിൽ ലിൻത ലഹും താങ്കൾ അവരോട് മയം പുലർത്തുന്നു. വലൗ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബ് താങ്കൾ കടുത്ത സ്വഭാവിയും പരുഷഹൃദയനുമായിരുന്നെങ്കിൽ ലൻഫദ്ദൂ മിൻ ഹൗലിക് അവർ താങ്കളുടെ ചുറ്റുഭാഗത്തു നിന്നും മാറിപ്പോകുമായിരുന്നു. ഫഅഫു അൻഹും ആകയാൽ അവരോട് വിട്ടുവീഴ്ച ചെയ്യുക. വസ്തഗ്ഫിർ ലഹും അവർക്ക് വേണ്ടി പടച്ചവനോട് മാപ്പ് ചോദിക്കുക. വശാവിറുഹും ഫിൽ അംർ പ്രധാന വിഷയങ്ങളിൽ അവരോട് കൂടിയാലോചിക്കുക. فإذا عزمت فتوكل على الله താങ്കൾ ഉറച്ച തീരുമാനമെടുത്താൽ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ അല്ലാഹു ഭരമേൽപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നു. ഈ പരിശുദ്ധമായ ആയത്തിൽ നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബമേഖലയിലും സാമൂഹ്യ മണ്ഡലത്തിലും പുലർത്തേണ്ട സ്വഭാവ രീതികളെപ്പറ്റിയാണ് വളരെ വ്യക്തവും ശക്തവുമായ ശൈലിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും മറ്റുള്ളവരിൽ നിന്നും വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനിഷ്ടകരമായ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് ഈ ആയത്തിൽ പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജീവിതം മുഴുവനും ഓർക്കുമ്പോഴെല്ലാം ദുഃഖം നിറഞ്ഞിരുന്ന ഒരു സംഭവമാണ് ഉഹദിലെ ദുരന്തങ്ങൾ. വളരെ പ്രിയപ്പെട്ട കൂട്ടുകാർ നഷ്ടപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു. ഇതിന്റെ പേരിൽ സ്വാഭാവികമായും അതിന് കാരണക്കാരായ ആളുകളോട് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവത്തിനെ മുൻനിർത്തിക്കൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാചകത്തിലും പ്രവർത്തനത്തിലും സ്വഭാവത്തിലും പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവരോടും ചില കാര്യങ്ങൾ ഉണർത്തുന്നു. فبما رحمة
من الله لنت لهم. അള്ളാഹുവിന്റെ വലിയ കാരുണ്യം കൊണ്ടാണ് താങ്കൾ ജനങ്ങളോട് മയം കാണിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും മയമായിരുന്നു. അള്ളാഹു പറയുന്നു അത് കാരുണ്യത്തിന്റെ അടയാളമാണ്. പടച്ചവൻ ഒരാളെ വെറുക്കുന്നതിന്റെ അടയാളമാണ് കടുത്ത സ്വഭാവവും ദുഷിച്ച ശൈലികളും അസഭ്യങ്ങളും ശാപശകാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. فَبِمَا رَحْمَةٍ مِّنَ اللَّهِ لِنتَ لَهُمْ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹനതയുടെയും വിട്ടുവീഴ്ചയുടെയും മയത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും കാരുണ്യത്തിന്റെയും അറിവിന്റെയും സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ, പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നു. കാരുണ്യത്തിന്റെ തിരുദൂതർ, മാനവികതയുടെ പ്രവാചകൻ, വിശ്വനായകൻ, ഇതിലെല്ലാം ധാരാളമുണ്ട്. എന്നല്ല അമുസ്ലിം നിഷ്പക്ഷരായ ആളുകളും ഈ കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠനം നടത്തിയ ലൈൻപൂൾ പറയുന്നു, മുഹമ്മദിന്റെ സ്വഭാവത്തിൽ അല്പം പോലും അക്രമമില്ലായിരുന്നു. ബാസ്വർത്ത് സ്മിത്ത് പറയുന്നു, ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരെയും അടിച്ചിട്ടില്ല. ഹസ്തദാനം ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൈമാറ്റുന്നതുവരെയും പ്രവാചകൻ കൈമാറ്റിയിരുന്നില്ല. സംസാരം വളരെ മയവും കാരുണ്യം നിറഞ്ഞതുമായിരുന്നു. പക്ഷെ ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഈ മയവും കാരുണ്യവുമെല്ലാം സ്വന്തം കാര്യങ്ങളിലാണ്. ദീനിന്റെ വിഷയങ്ങളിൽ അള്ളാഹുവിനോട് ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കോപിക്കുമായിരുന്നു. രണ്ട് തികഞ്ഞ മയമാണ്, പക്ഷേ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. 5-6 അസഭ്യം പറഞ്ഞിട്ട് നിങ്ങളുടെ നിസ്കാരം ശരിയല്ലെന്ന് പറയുന്ന ശൈലിയില്ല. മറിച്ച് നേരെ ചൊവ്വേ വളരെ സ്നേഹത്തിൽ പറയും, നിങ്ങളുടെ നമസ്കാരം ശരിയായിട്ടില്ല, നന്നാക്കണം. وَلَوْ كُنْتَ فَظًّا غَلِيظَ الْقَلْبِ لَانفَضُّوا مِنْ حَوْلِكَ. താങ്കൾ കടുത്ത സ്വഭാവിയും പരിശഹൃദയനുമായിരുന്നെങ്കിൽ ആളുകളെല്ലാം താങ്കളിൽ നിന്നും ഓടുമായിരുന്നു. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, കുടുംബാദികൾ, മിത്രങ്ങൾ, അയൽവാസികൾ, ജനങ്ങൾ ഓടി അകലും. പടച്ചവനെ സിംഹം വരുന്നു, പടച്ചവനെ പുലി വരുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഓടുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ശരിയാണ്, മയമായിട്ട് പെരുമാറാം. പക്ഷേ വീഴ്ചകൾ വരുത്തിയവരോട് എങ്ങനെ മയമായിട്ട് പെരുമാറും? അവരോടെന്താ ചെയ്യേണ്ടത്? അള്ളാഹു പറയുന്നു, നേരെ ചൊവ്വേ കാര്യം പറഞ്ഞ് അവരെ തിരുത്തിൽ. എന്നിട്ടോ ഫഅഫു അൻഹും, അവർക്ക് പുറത്തു കൊടുക്കണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പടച്ചവനോട് പാപമോചനം തേടണം. വശാവിറുഹും ഫിൽ അംർ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുകയും വേണം. യാ റഹ്മാൻ, ഇസ്ലാമിന്റെ എത്ര വിശാല കാഴ്ചപ്പാട്. തെറ്റുകൾ ചെയ്തവർ അവർ തിരുത്തി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ പഴയ കാര്യങ്ങളെപ്പറ്റി ചോദ്യമില്ല, സംസാരമില്ല. അവർക്ക് മാപ്പ് കൊടുക്കും. അവർക്ക് വേണ്ടി പടച്ചവനോട് പാപമോചനം തേടും. ദീനിന്റെ കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചന നടത്തിൻ. ഇന്നത്തെ
ലോകനീതി പറയുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങളെ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ്. ഖുർആൻ പറയുന്നു, വീഴ്ച വരുത്തിയവരെ കൊണ്ടും അവരെയും വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കും. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മഹാന്മാരായ സഹാബാക്കളിൽ നിന്നും യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക എന്ന വലിയ കുറ്റമുണ്ടായെങ്കിലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അവർ പശ്ചാത്തപിച്ചു, പുറത്തു കൊടുത്തിരിക്കുന്നു. ആദരവായ റസൂലിനോടും അള്ളാഹു പുറത്തു കൊടുക്കാൻ പറയുന്നു. അവരുടെ കുഴപ്പങ്ങൾ വല്ലതും ഓർത്താൽ അവർക്ക് വേണ്ടി പടച്ചവരോട് പാപമോചനം തേടാൻ പറയുന്നു. സർവോപരി അവരുമായി കൂടിയാലോചിച്ച് ദീനിന്റെ പ്രവർത്തനങ്ങളിൽ അവരെ കൂട്ടത്തിൽ ചേർത്ത് നിർത്താൻ കൽപ്പിക്കുന്നു. فَإِذَا عَزَمْتَ فَتَوَكَّلْ عَلَى اللَّهِ. കാര്യങ്ങൾ കൂടിയാലോചിക്കണം. മുഷാവറകളിൽ ഉള്ള മനസ്സിൽ വരുന്ന അഭിപ്രായങ്ങൾ മുഴുവനും തുറന്നു പറയണം. ഈ സ്ഥാപനത്തിനെ പറ്റി തിരുവനന്തപുരത്ത് പോയിട്ടോ എറണാകുളത്ത് പോയിട്ടോ ആരെങ്കിലും ഇവിടെയുള്ള ആരെങ്കിലും പറ്റി പറയുന്നൊരു പരദൂഷണം, മഷൂറയിൽ വെച്ച് കുറ്റങ്ങൾ പറയുന്നൊരു പുണ്യകർമ്മം ഉള്ളതുപോലെ പറയും. അങ്ങനെ ആലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ, താങ്കൾ തീരുമാനിച്ചാൽ എന്നതിൽ പ്രധാനപ്പെട്ട സൂചനയുണ്ട്. അമീറാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എന്നതാണ്. അമീർ തീരുമാനിച്ചാൽ എല്ലാവരും അംഗീകരിക്കണം. എന്നിട്ടോ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ച് മുമ്പോട്ട് നീങ്ങണം. നമ്മളുടെ ആരുടെയും കഴിവല്ല, മിടുക്കല്ല, സാമർഥ്യമല്ല, എല്ലാം അല്ലാഹുവാണ് ചെയ്യുന്നത്. പടച്ചവന്റെ ഉദവിയില്ലാതെ ചെറുതോ വലുതോ ആയ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. സ്വന്തം കഴിവുകളിലേക്കും എണ്ണത്തിലേക്കും മണ്ണത്തിലേക്കും നോക്കാതെ അല്ലാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നവരോട് പടച്ചവന് വലിയ സ്നേഹമാണ്, വലിയ ഇഷ്ടമാണ്. അല്ലാഹു നമുക്ക് മയം പുലർത്താൻ, പക്ഷേ നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മയം പുലർത്താൻ, ദീനിന്റെ വിഷയങ്ങളിൽ വ്യക്തമായി എന്നാൽ മയത്തോടെ കാര്യങ്ങൾ പറയാൻ, എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ, പടച്ചവനോട് പാപമോചനം തേടാൻ, കൂടിയാലോചിക്കാൻ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ അവലംബിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.